ഒരു പോൾ യോങ്കിച്ചോ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. ഞാൻ എഴുതി കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാനിത് എഴുതുകയാണ്, ഇതെല്ലാം ശരിയാണോ എന്ന് നോക്കണേ. അദ്ദേഹം തെറ്റായിട്ടുള്ളതൊക്കെ തിരുത്തിയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റും തന്നിട്ട് എഴുതി, ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ശരിയാണെന്നുള്ള അദ്ദേഹം ഒപ്പിട്ട് തന്നു. അതിനകത്തെ ഒരു കഥയാണ്, ഒരു സംഭവമാണ്. അദ്ദേഹം ക്ഷയരോഗിയായിരുന്നു. ഒരു പെൺകൊച്ചവിടെ വന്ന് സുവിശേഷം പറഞ്ഞു. അവൾ സന്തോഷിച്ചോടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അനുതാപ പ്രാർത്ഥിച്ചു. അവൾ കരയുന്നത് കണ്ടോടങ്ങ് അനുതാപ പ്രാർത്ഥിച്ചു. പക്ഷേ അത് കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കി. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അസംബ്ലീസ് കൂടെയാണ് ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പാസ്റ്ററായി. അദ്ദേഹം ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഭയങ്കരമായിട്ട് സൂത്രം, അയ്യോ നമ്മളെല്ലാവരും ദൈവത്തോടെ നടക്കണം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ ആകെ 5 പേരേ ഉള്ളൂ. പാസ്റ്റർ ഇങ്ങനെ കിടന്ന് ഇലച്ചാൽ ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോലും, ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ പോരായോ? അദ്ദേഹം പറഞ്ഞത് കേട്ടാട്ടെ, നിങ്ങൾ കാണുന്നത് 5 പേരെയാണ്, ഞാൻ കാണുന്നത് 1500 പേരെയാണ്. നിങ്ങൾ കാണാത്തതിനെ കണ്ടതുപോലെ കാണണം, കണ്ടതുപോലെ പറയണം കേട്ടോ. ഇംഗ്ലീഷ് പറയട്ടെ, ഇഫ് യു ഹാവ് ടു സീ സംതിങ്, യു ഹാവ് ടു സീ ഇറ്റ് ബിഫോർ യു സീ ഇറ്റ്, അതർവൈസ് യു വിൽ നെവർ എവർ സീ ഇറ്റ്. അതുകൊണ്ട് കാണാതെ കാണണം, കാണുന്നത് പോലെ പറയണം. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് 1000 ചില്ലുവാനും പേരായപ്പോഴത്തേക്ക് അദ്ദേഹം 3000 എന്ന് പറഞ്ഞു. 2000 ആയപ്പോഴത്തേക്ക് 5000 എന്ന് പറഞ്ഞു. 4000 ആയപ്പോഴത്തേക്ക് 10000 എന്ന് പറഞ്ഞു. 7000 ആയപ്പോഴത്തേക്ക് 20000 എന്ന് പറഞ്ഞു. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് 7.5 ലക്ഷം പേരുണ്ടായിരുന്നു.